എല്ലാവർക്കും നമസ്കാരം. നമ്മളപ്പോൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ് തുടങ്ങാൻ പോകുന്നത്. കേരളത്തിലെ നദികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ് ഈ ഒരു ഭാഗം. നമുക്കിത് ഒഴിച്ചുകൂടാനാവാൻ പറ്റില്ല. കാരണം ഇത് മിക്ക ചോദ്യ പേപ്പറിലും ഇതുണ്ടാവാറുണ്ട്. നദികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ കുറവാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും തന്നെ നദികളെക്കുറിച്ച് ചോദ്യമുണ്ട്. അപ്പോൾ നമുക്കിത് പഠിക്കാം. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓരോ നദിയെക്കുറിച്ച് നമ്മൾ പഠിക്കും. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് പെരിയാർ, ഭാരതപ്പുഴ, പമ്പ എന്നീ നദികളെക്കുറിച്ചാണ്. ഈ 3 നദികളെക്കുറിച്ചും നമ്മൾ പോയിൻറ്റ്സ് പഠിക്കുന്നതിലുപരി അതിലും ഭേദം നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിക്കുമ്പോൾ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പെട്ടെന്ന് നമുക്കത് ഓർമ്മ വരാൻ സഹായിക്കും. അതൊരു ട്രിക്കായിട്ട് നമുക്ക് പറയാം. അത് ശരിക്കും അത് അങ്ങനെയാണ്. മിക്കതും കുറേ പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതിലുപരി ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിക്കുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അത് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. പക്ഷേ ഈ ഒരു രീതി എഫക്റ്റീവ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്കിത് തിരുത്താൻ പറ്റുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് പെരിയാറിനെ കുറിച്ചാണ്. അതിന് മുൻപ് നമുക്ക് നദികളെക്കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. നമുക്ക് കേരളത്തിൽ മൊത്തം 44 നദികളുണ്ട്. 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ളതിനെയാണ് കേരളത്തിൽ നദിയായി കണക്കാക്കുന്നത്. 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ളവയാണ് നീളമുള്ള പുഴയെയാണ് കേരളത്തിൽ നദിയായി കണക്കാക്കുന്നത്. മൊത്തം 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള 11 നദികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41, കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3 അതിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ പാമ്പാർ, കബനി, ഭവാനി എന്നിവയാണ്. അപ്പോൾ ഇതാണ് നദികളെക്കുറിച്ച് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഇപ്പോൾ 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ളവയാണ് കേരളത്തിൽ നദിയായി കണക്കാക്കുന്നത്. നീളമുള്ള പുഴകളെയാണ് കേരളത്തിൽ നദിയായി കണക്കാക്കുന്നത്. മൊത്തം 44 നദികളുണ്ട്. അതിൽ 41 പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളും 3 കിഴക്കോട്ടൊഴുകുന്ന നദികൾ പാമ്പാർ, കബനി, ഭവാനി. നമുക്കിനി ആദ്യം നമുക്ക് നോക്കാനുള്ളത് പെരിയാറിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ഏറ്റവും നീളം കൂടിയ നദി 244 കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം. ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. രണ്ടാമത്തെ ചോദ്യം, പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരി മല. പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരി മല. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാറാണ്. അപ്പോൾ പെരിയാറിനെ കുറിച്ചുള്ള അടുത്തൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാർ. ഇതൊക്കെ PSC ചോദ്യ പേപ്പറുകളിൽ പലതവണ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നാലാമത്തെ ചോദ്യം, ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി പെരിയാറാണ് അത്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി മുല്ലയാറാണ്. ആറാമത്തെ ചോദ്യം, പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം. അപ്പോൾ പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി മുല്ലയാറ്, പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഇടുക്കിയും എറണാകുളവും. അടുത്ത ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ചോദ്യം, പെരിയാറിൻ്റെ പതനസ്ഥലം ഉത്ഭവസ്ഥലം നമ്മൾ പഠിച്ചു. പതനസ്ഥലം വേമ്പനാട് കായലാണ് പെരിയാറിൻ്റെ പതനസ്ഥലം. എട്ടാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം.
അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. പെരിയാറിലെ ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെ? പെരിയാറിലെ ജലവൈദ്യുതി പദ്ധതികൾ ഏതൊക്കെ? പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം. പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം. അങ്ങനെ 4 എണ്ണമാണ് പെരിയാറിലെ ജലവൈദ്യുത പദ്ധതികൾ. 10ാമത്തെ ചോദ്യം. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി? പെരിയാർ. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ. അടുത്ത ചോദ്യം 11. പെരിയാറിൻ്റെ തീരത്തുള്ള പ്രസിദ്ധമായ ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രം? പെരിയാറിൻ്റെ തീരത്തുള്ള പ്രസിദ്ധമായ ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രം മലയാറ്റൂരാണ്. പെരിയാറിൻ്റെ തീരത്തുള്ള പ്രസിദ്ധമായ ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രം. 12ാമത്തെ ചോദ്യം. ശ്രീശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത്? പെരിയാറിൻ്റെ തീരത്താണ് ശ്രീശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത്. ശ്രീശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. 13ാമത്തെ ചോദ്യം. ആദിശങ്കര കീർത്തി സ്തംഭമണ്ഡപം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്ത്. 14ാമത്തെ ചോദ്യം. ആലുവാപ്പുഴ, കാലടിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത്? ആലുവാപ്പുഴ, കാലടിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് പെരിയാർ. ഇതാണ് പെരിയാറിനെ കുറിച്ചുള്ള ചോദ്യം. അപ്പോൾ അത്രയായിരുന്നു നമ്മൾ പെരിയാറിനെ കുറിച്ച് നോക്കിയത്. അത്രയാണ് പെരിയാറിനെ കുറിച്ചുള്ളത്. വളരെ 14 ക്വസ്റ്റ്യൻസ് ഉള്ളെങ്കിലും ആ 14 ക്വസ്റ്റ്യൻസിൽ പെരിയാറിനെ കുറിച്ചുള്ള എല്ലാ പോയിൻറ്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉത്ഭവസ്ഥലം, പതനസ്ഥലം, അങ്ങനെ എല്ലാ പോയിൻറ്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിനി അടുത്തതുള്ളത് ഭാരതപ്പുഴയെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളോട് ഒന്നുകൂടി പറയുവാണ്, ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് പറയുന്നതും റിപ്പീറ്റായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് പറയുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യാം. കാരണം നമ്മൾ പറഞ്ഞുള്ളത് PSC ബിഗിനേഴ്സിനെ കൂടെ ഉദ്ദേശിച്ചാണ് കൊടുത്തിരിക്കുന്നത്. PSC പഠിക്കാൻ തുടങ്ങുന്ന ഏതൊരു കുട്ടിക്കും എത്രയും വേഗം പഠിക്കേണ്ട രീതിയിലാണിത്. ആ ഒരു രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റിപ്പീറ്റേഷൻസ് കൂടുതലും പറയുന്നത്. കേട്ട് പഠിക്കുന്നവർക്കും റിപ്പീറ്റേഷൻ പറയുമ്പോൾ എളുപ്പമായിരിക്കും, പെട്ടെന്ന് തലയിൽ കയറും. ഓക്കെ, അതാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് തന്നെ അറിയിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ റിപ്പീറ്റേഷൻ ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു സാധാ ഒരു ക്ലാസ് എടുക്കുന്ന പോലെ തന്നെയാണ്. ക്ലാസ് എടുക്കുന്ന അതേ ടൈം എടുത്ത് തന്നെയാണ് ഞാൻ ഇതും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ റിപ്പീറ്റേഷൻസ്. അപ്പോൾ ഒഴിവാക്കണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ആ റിപ്പീറ്റേഷൻസ് ഒഴിവാക്കി സ്പീഡ് കൂട്ടാം. അപ്പോൾ ബിഗിനേഴ്സിന് ഒരു എളുപ്പമാവാൻ വേണ്ടിയാണ് റിപ്പീറ്റേഷനും സ്പീഡും കുറച്ച് പറയുന്നത്. നമുക്കിനി അടുത്തത് ഭാരതപ്പുഴയെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ 15ാമത്തെ ചോദ്യം. ഭാരതപ്പുഴയിലെ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി? കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴയാണ്. 209 കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം. 16ാമത്തെ ചോദ്യം. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂരാണ്. അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴ. അതൊഴുകുന്ന ജില്ലകൾ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. അടുത്തത് 17ാമത്തെ ചോദ്യം. ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമലയിൽ നിന്നാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവം, പെരിയാറിൻ്റെ ഉത്ഭവം നമ്മൾ പഠിച്ചു, പതനവും പഠിച്ചു. അതുപോലെ തന്നെയാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമല. 18ാമത്തെ ചോദ്യം. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ? കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. അതൊക്കെയാണ് പ്രധാന പോഷക നദികൾ. 19ാമത്തെ ചോദ്യം. മാമാങ്കം നടത്തിയിരുന്ന നദീതീരം നമ്മുടെ ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം നടത്തിയിരുന്നത്. 20ാമത്തെ ചോദ്യം. ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത്? ഭാരതപ്പുഴയെ
ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ മാമാങ്കം നടത്തിയിരുന്ന നദീതീരം ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ഇനി അടുത്ത 21ാമത്തെ ചോദ്യം, ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട്? ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ ഡാം. നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള മലമ്പുഴ ഡാമാണ് നമ്മുടെ ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട്. 22, ഭാരതപ്പുഴ പതിക്കുന്നത് എവിടെ? അല്ലേ, നമ്മൾ ഉത്ഭവവും പഠിച്ചു, ഇനി പതനം. ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ്. ഭാരതപ്പുഴ പതിക്കുന്നത്. അപ്പോൾ ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ ഡാമാണ്. ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 23ാമത്തെ ചോദ്യം, ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യ തുറമുഖം? ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യ തുറമുഖം പൊന്നാനി തുറമുഖമാണ്. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യ തുറമുഖം. ഇനി നമ്മൾ അടുത്തത്, ഇപ്പോൾ നമ്മൾ 2 എണ്ണം പഠിച്ചു, പെരിയാർ പഠിച്ചു, ഭാരതപ്പുഴ പഠിച്ചു. ഓൾമോസ്റ്റ് 2നെ കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങളും എല്ലാ പോയിന്റ്സും നമ്മൾ അത്രയും ചോദ്യത്തിലൂടെ പഠിച്ചു. ഇനി നമുക്ക് 24ാമത്തെ ചോദ്യം, നമ്മൾ പമ്പ നദീനെ കുറിച്ചാണ് പഠിക്കുന്നത്. 24ാമത്തെ ചോദ്യം, കേരളത്തിലെ 3ാമത്തെ നീളം കൂടിയ നദി? കേരളത്തിലെ 3ാമത്തെ നീളം കൂടിയ നദി പമ്പയാണത്. 176 കിലോമീറ്ററാണ് നീളം. കേരളത്തിലെ 3ാമത്തെ നീളം കൂടിയ നദി പമ്പ, 176 കിലോമീറ്റർ. ഇനി 25ാമത്തെ ചോദ്യം, പമ്പാ നദി ഉത്ഭവിക്കുന്നത് പുളിച്ചിമല. ഇടുക്കിയിലെ പുളിച്ചിമലയിൽ നിന്നാണ് പമ്പ നദി ഉത്ഭവിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 26ാമത്തെ ചോദ്യം, പമ്പാ നദി പതിക്കുന്നത്? ഉത്ഭവം നോക്കി, ഇനി പതനം. പമ്പാ നദി പതിക്കുന്നത് വേമ്പനാട്ടുകായലിലാണ് പമ്പാ നദി പതിക്കുന്നത്. 27ാമത്തെ ചോദ്യം, പമ്പയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെ? പമ്പയുടെ പ്രധാന പോഷക നദികൾ അച്ചൻ കോവിലാർ, കക്കി, കല്ലാർ, അഴുത. അച്ചൻ കോവിലാർ, കക്കി, കല്ലാർ, അഴുത. അപ്പോൾ പമ്പാ നദി പതിക്കുന്നത് വേമ്പനാട്ടുകായലിൽ. പമ്പയുടെ പ്രധാന പോഷക നദികൾ അച്ചൻ കോവിലാർ, കക്കി, കല്ലാർ, അഴുത. അടുത്തത്, പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം? പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം പെരുന്തേനരുവിയാണ്. പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം. പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം പെരുന്തേനരുവി. 29ാമത്തെ ചോദ്യം, ആറന്മുള വള്ളംകളി, ചമ്പക്കുളം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്ന നദി? നമ്മുടെ പമ്പാ നദിയിലാണ് ഈ 3 വള്ളംകളിയും നടക്കുന്നത്. ആറന്മുള വള്ളംകളി, ചമ്പക്കുളം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് നമ്മുടെ പമ്പാ നദിയിലാണ് നടക്കുന്നത്. 30ാമത്തെ ചോദ്യം, ലാസ്റ്റത്തെ ചോദ്യമാണിത്. തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ്. തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ്. ഇത്രയായിരുന്നു നമ്മൾ 3 നദികളെക്കുറിച്ച് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. 3 നദികളെക്കുറിച്ച് കുറേ പോയിന്റ്സ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി അറിയാൻ പറ്റും. കുറേ പോയിന്റ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ 30ഓളം ക്വസ്റ്റ്യൻസ് പഠിച്ചു. 3 നദിയോളം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പെരിയാർ, ഭാരതപ്പുഴ, പമ്പ. ആ 3 നദീനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് അടുത്ത സെഷനിൽ അടുത്ത നദികളായിട്ട് നമുക്ക് ഇനിയും ഞാൻ വരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ദിവസം അപ്ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ബിഗിനേഴ്സ് ദിവസവും നിങ്ങൾക്കത് എൻ്റെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാം ദിവസവും. ബിഗിനേഴ്സ് ആണെങ്കിലും റിവിഷൻ ചെയ്യുന്നവരാണ്, ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് റിവിഷൻ ചെയ്യുന്നവരാണെങ്കിലും അത് നിങ്ങൾക്ക് നിങ്ങളുടെ റിവിഷൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ബിഗിനേഴ്സിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കേട്ട് പഠിക്കാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഈ പതിയെ പറയുന്നത്. കൂടുതലും റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് പറയുന്നത് അതിനു വേണ്ടി തന്നെയാണ്. അപ്പോൾ അത് ബുദ്ധിമുട്ടായി തോന്നുവാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാനത് മാറ്റാം. അങ്ങനെ റിപ്പീറ്റേഷൻ വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഇഷ്ടപ്പെടുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കാം. താങ്ക് യു.